Welcome back. നമ്മൾ മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം വരെയാണ് നേരത്തെ പറഞ്ഞത്. ഇനി മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ദ സെൻസ് ബോൾസാനോ വിയസ്ട്രാസ് തിയറം പ്രൂവ് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ടിംഗ് തിയറമാണ് എന്നുള്ളത് കൊണ്ട്. അപ്പൊ ബോൾസാനോ വിയസ്ട്രാസ് തിയറം ആണ് ഈ സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഇതിന്റെ പ്രൂഫ് ആവശ്യമുണ്ട്, ഈ സ്റ്റേറ്റ്മെന്റ് ആവശ്യമുണ്ട്. എസ് എ ക്വസ്റ്റൻ ആയിട്ട് വരികയാണെങ്കിൽ ഇതിന്റെ പ്രൂഫും ആവശ്യമുണ്ട്. അപ്പൊ ആ സെൻസിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. monotone subsequence theorem statement പറയുന്നത് if x equal to xn is a sequence of real numbers then there is a subsequence of x that is monotone. ഏത് സീക്വൻസ് തന്നാലും അതിന് ഒരു മോണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ട്. മോണോട്ടോൺ ഇൻക്രീസിംഗ് ആയിരിക്കാം, ഡിക്രീസിംഗ് ആയിരിക്കാം, അത് പ്രശ്നമല്ല. മോണോട്ടോൺ ആയ ഒരു സബ്സീക്വൻസ് ഉണ്ട് എന്നാണ് തിയറം പറയുന്നത്. എക്സ് ഈക്വൽ ടു എക്സ് എൻ ഏതെങ്കിലും ഒരു സീക്വൻസ് ആണ് എന്ന് നമുക്ക് വിചാരിക്കാം. ഇവിടെ പീക്ക് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. സീക്വൻസിലെ mth ടേമിനെ പീക്ക് എന്ന് വിളിക്കണമെങ്കിൽ അതിനുശേഷം വരുന്ന എല്ലാ ടേംസും ഈ ടേമിനേക്കാൾ ചെറുതോ ഈക്വലോ ആയിരിക്കണം. അതായത് എക്സ് എം എന്നുള്ള നമ്പർ പീക്ക് ആവണമെങ്കിൽ xm greater than or equal to xn for every n greater than or equal to m ആയിരിക്കണം. xmന് മുമ്പിലുള്ള ടേംസ് അതിനേക്കാൾ വലുതാണോ അല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പ്രശ്നമല്ല. അതിനുശേഷം വരുന്ന എല്ലാം xmനേക്കാൾ ചെറുതോ ഈക്വലോ ആയിരിക്കണം. ഇവിടെ ലോക്കലി ഇവിടെ ഒരു മാക്സിമം ഫീൽഡ് കിട്ടുന്നുണ്ട് അല്ലെ, അതിന് തൊട്ടുമുമ്പുള്ള ടേം ചിലപ്പോൾ ഇതിനേക്കാൾ വലുതായിരിക്കാം, അത് നമുക്ക് പ്രശ്നമല്ല. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ, ടുവേർഡ്സ് റൈറ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു പീക്കാണ്, ഇതൊരു ടോപ്പ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതാണ് പീക്കിന്റെ കൺസെപ്റ്റ്. പീക്ക് എന്നൊരു ടേം ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. ഒരു സീക്വൻസ് തന്നാൽ അതില് ചിലപ്പോ ഇൻഫിനിറ്റ്ലി മെനി പീക്കുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഫൈനൈറ്റ്ലി മെനി പീക്കേ ഉള്ളൂ എന്നും വരാം. പീക്ക് ഇല്ല എന്നും വരാം അല്ലെ. പീക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഏത് കാറ്റഗറി പെടും? ഫൈനൈറ്റ്ലി മെനി പീക്സ്, 0 നമ്പർ ഓഫ് പീക്ക് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് അതിനെ ഉൾപ്പെടുത്താം. ഇപ്പൊ രണ്ട് കേസായിട്ട് ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് ഇൻഫിനിറ്റ്ലി മെനി പീക്കും ഫൈനൈറ്റ്ലി മെനി പീക്കും. ആദ്യത്തെ കേസ് എടുക്കുന്നു. ഇൻഫിനിറ്റ്ലി മെനി പീക്കുകൾ ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. ഇൻഫിനിറ്റ്ലി മെനി പീക്കുകൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ ആ പീക്കുകൾ എന്ന് പറയുന്നത് xm1, xm2, എക്സെട്ര xmk എക്സെട്ര ആണെന്ന് വിചാരിക്കാം. വേറെ m1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു mk എക്സെട്ര. സീക്വൻസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ ഞാൻ അതിന്റെ പീക്കുകളെ ചൂസ് ചെയ്യുന്നു. xm1 പീക്ക് ആയതുകൊണ്ട് xm1ന് ശേഷം വരുന്ന എല്ലാ ടേംസും xm1നേക്കാൾ ചെറുതാണ്. അപ്പൊ ഇൻ പർട്ടിക്കുലർ xm1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു xm2 ആണ്. xm2 പീക്ക് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് xm2ന് ശേഷം വരുന്ന എല്ലാ ടേംസും അതിനേക്കാൾ ചെറുതാണ്. സോ xm2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു xm3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു xmk ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര എന്ന് വരും. അപ്പൊ സീക്വൻസ് xmk ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോ ഇൻഫിനിറ്റ്ലി മെനി പീക്കുകൾ ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന സീക്വൻസിന് നമുക്ക് ഒരു ഡിക്രീസിങ് സബ് സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത കേസ് ഫൈനൈറ്റ്ലി മെനി പീക്സേ ഉള്ളൂ എന്ന് നമുക്ക് വിചാരിക്കാം. ഫൈനൈറ്റ്ലി മെനി പീക്സേ ഉള്ളൂ എങ്കിൽ ആ പീക്കുകൾ എന്ന് പറയുന്നത് xm1, xm2, എക്സെട്ര xmr ആണെന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ, ഫൈനൈറ്റ്ലി മെനിയേ ഉള്ളൂ, എക്സെട്ര ഇല്ല അല്ലെ. അപ്പൊ xmr കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ xmr+1 എന്നുള്ള നമ്പർ, അതിനെ ഞാൻ s1 എന്ന് വിളിക്കുന്നു. mr+1 തൊട്ടടുത്ത ഇൻഡെക്സ്, അതിനെ ഞാൻ s1 എന്ന് വിളിക്കുന്നു. അപ്പൊ xs1 എന്തല്ല? പീക്ക് അല്ല. ആകെ ഇത്രയും പീക്കുകളെ ഉള്ളൂ. എല്ലാ പീക്കും നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലെ. അതിൽ ഏറ്റവും വലിയ പീക്കാണ് xmr. അതിനുശേഷം വരുന്ന ആരും പീക്ക് അല്ല. അപ്പൊ തൊട്ടടുത്ത ടേം ആയ xs1 പീക്ക് അല്ല. xs1 പീക്ക് അല്ല എന്ന് പറഞ്ഞാൽ xs1 കഴിഞ്ഞു വരുന്ന ഒരു നമ്പർ എങ്കിലും xs1നേക്കാൾ വലുതാണ്. ആ നമ്പറിനെ ഞാൻ s2 എന്ന് വിളിക്കുന്നു. There exists s2 greater than s1 such that xs1 is less than xs2. ഇനി xs2 പീക്ക് അല്ല, അപ്പോ s2 കഴിഞ്ഞു വരുന്ന ഒരു ഇൻഡെക്സിനെങ്കിലും xs2നേക്കാൾ വലുതാണ് xs3 എന്നൊരവസ്ഥയുണ്ട്. അപ്പൊ എനിക്ക് സീക്വൻസിലെ അടുത്ത ടേം കിട്ടി. There exists s3 greater than s2 such that xs2 is less than xs3.
ഇത് ഇങ്ങനെ തന്നെ തുടർന്നു പോവുക. ഇങ്ങനെ തന്നെ തുടർന്നു പോകുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? xs1 ലെസ് ദാൻ xs2 ലെസ് ദാൻ xs3 ലെസ് ദാൻ എക്സെട്ര, വിച്ച് ഇസ് മോണോട്ടോൺ ഇൻക്രീസിങ്. അപ്പൊ ഫൈനൈറ്റ്ലി മെനി പീക്സേ ഉള്ളൂ എങ്കിൽ സീക്വൻസ് എക്സിന് മോണോട്ടോൺ ഇൻക്രീസിങ് ആയ ഒരു സബ് സീക്വൻസ് ഉണ്ട്. So you give me any sequence, I can always find a subsequence which is monotone. It can be either monotone increasing or monotone decreasing. That is not a problem. I can always find a monotone sequence. Okay. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ തിയറമാണ് ഈ സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ തിയറമാണ് എ ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഹാസ് എ കൺവേർജന്റ് സബ്സീക്വൻസ്. ഏത് ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് തന്നാലും അതിന് എനിക്ക് ഒരു കൺവേർജന്റ് സബ്സീക്വൻസ് എങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ബൗണ്ടഡ് ആണ് എന്നുള്ളതുകൊണ്ട് കൺവേർജന്റ് ആവണമെന്നുണ്ടോ? ഇല്ല. അതിന് നമ്മൾ പല എക്സാമ്പിൾസ് കണ്ടു അല്ലെ. -1/n എന്നുള്ള സീക്വൻസ് ബൗണ്ടഡ് ആണ്, കൺവേർജന്റ് അല്ല. sin n എന്നുള്ള സീക്വൻസ് ബൗണ്ടഡ് ആണ്, കൺവേർജന്റ് അല്ല. അപ്പൊ അങ്ങനെയുള്ള എക്സാമ്പിൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻ ജനറൽ ഒരു ബൗണ്ടഡ് സീക്വൻസ് തന്നാൽ അത് കൺവേർജന്റ് ആവണമെന്നില്ല. പക്ഷേ അതിന് എപ്പോഴും കൺവേർജന്റ് ആയ ഒരു സബ്സീക്വൻസ് എങ്കിലും ഉണ്ടാകും എന്നാണ് ബോൾസാനോ-വിയർസ്ട്രാസ് തിയറം പറയുന്നത്. അതിന് x ഈക്വൽസ് ടു xn ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ് എന്ന് വിചാരിക്കാം. മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം അനുസരിച്ച് എനിക്കൊരു സീക്വൻസ് x' ഈക്വൽ ടു xnk കണ്ടുപിടിക്കാൻ പറ്റും, വിച്ച് ഇസ് മോണോട്ടോൺ. ഏത് സീക്വൻസ് തന്നാലും അതിനൊരു മോണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ട് എന്നാണ് മോണോട്ടോൺ സബ്സീക്വൻസ് തിയറം പറയുന്നത്. ഇപ്പൊ x' ഈക്വൽ ടു xnk എന്ന് പറയുന്നത് ഈ സീക്വൻസിന്റെ ഒരു മോണോട്ടോൺ സബ്സീക്വൻസ് ആണ് എന്ന് വിചാരിക്കാം. ഇനി മോണോട്ടോൺ കൺവേർജൻസ് തിയറം പറയുന്നത് എന്താണ്? ഏത് മോണോട്ടോൺ സീക്വൻസ് തന്നാലും അത് ബൗണ്ടഡ് ആണ് എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. മോണോട്ടോൺ കൺവേർജൻസ് തിയറം അനുസരിച്ച് എ മോണോട്ടോൺ സീക്വൻസ് ഇസ് കൺവേർജന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് ബൗണ്ടഡ് എന്നാണ്. അപ്പൊ ഈ സീക്വൻസ് ബൗണ്ടഡ് ആയതുകൊണ്ട് കൺവേർജന്റ് ആണ്. എന്തുകൊണ്ടാണ് ബൗണ്ടഡ് ആയത്? x ഈക്വൽ ടു xn ബൗണ്ടഡ് ആണ്. അപ്പൊ x' ഈക്വൽ ടു xnk എന്ന് പറയുന്നത് അതിന്റെ സബ്സീക്വൻസ് ആയതുകൊണ്ട് അത് ബൗണ്ടഡ് ആണ്. മോണോട്ടോൺ കൺവേർജൻസ് തിയറം അനുസരിച്ച് മോണോട്ടോൺ ബൗണ്ടഡ് സീക്വൻസ് എന്നാൽ അത് കൺവേർജന്റ് ആണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് x' എന്ന് പറയുന്നത് കൺവേർജന്റ് ആണ്. അപ്പൊ സീക്വൻസ് x ഈക്വൽ ടു xn എനിക്ക് കൺവേർജന്റ് ആയ ഒരു സബ്സീക്വൻസ് കിട്ടി. സോ every bounded sequence has a convergent subsequence. Okay. ഈ സെക്ഷനിലെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് തിയറം ആണ്. Let x equal to xn be a bounded sequence of real numbers and let x element of R have the property that every convergent subsequence of x converges to x. അവിടെ ഒരു subsequence എന്നുള്ള വാക്ക് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. Then the sequence x converges to x. x ഈക്വൽ ടു xn ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. അതിന്റെ എല്ലാ സബ്സീക്വൻസുകളും x എന്നുള്ള നമ്പറിലേക്ക് തന്നെ കൺവേർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സീക്വൻസ് എക്സും സ്മോൾ എക്സിലേക്ക് തന്നെ കൺവേർജ് ചെയ്യുന്നു എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് എക്സ് ബൗണ്ടഡ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ ദർ എക്സിസ്റ്റ് ആൻ എം സച്ച് ദാറ്റ് മോഡ് xn is less than or equal to m for every n element of n. ഇനി ഇത് പറ്റുമെങ്കിൽ ഇത് കൺവേർജന്റ് അല്ല എന്ന് നമുക്ക് വിചാരിക്കാം. കൺവേർജന്റ് ആണെന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കോൺട്രാപോസിറ്റീവ് കൺവേർജന്റ് അല്ല, പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ കൺവേർജന്റ് അല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എക്സ് സ്മോൾ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല. എക്സ് സ്മോൾ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ ഡൈവേർജൻസ് ക്രൈറ്റീരിയയുടെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ തിയറം അനുസരിച്ച് കൺവേർജ് ചെയ്യുന്നില്ല എങ്കിൽ ദർ എക്സിസ്റ്റ് എ സബ്സീക്വൻസ് x' equal to xnk and a particular epsilon not greater than 0 such that modulus of xnk minus x is greater than or equal to epsilon not for every k element of n. Convergent അല്ല എന്നുള്ളതിന്റെ ഈക്വലന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ഓക്കെ. ഇനി എക്സ് ബൗണ്ടഡ് ആണ്, അപ്പൊ അതിന്റെ എല്ലാ സബ്സീക്വൻസുകളും ബൗണ്ടഡ് ആണ് അല്ലെ. അപ്പൊ x' ഒരു ബൗണ്ടഡ് സബ്സീക്വൻസ് ആണ്. x' ഒരു ബൗണ്ടഡ് സബ്സീക്വൻസ് ആണെങ്കിൽ x' എന്നുള്ള ആ ബൗണ്ടഡ് സീക്വൻസിന് ബോൾസാനോ-വിയർസ്ട്രാസ് തിയറം അപ്ലൈ ചെയ്താൽ അതിന് ഒരു കൺവേർജന്റ് സബ്സീക്വൻസ് ഉണ്ട്. ബോൾസാനോ-വിയർസ്ട്രാസ് തിയറം അനുസരിച്ച് x' ഹാസ് എ കൺവേർജന്റ് സബ്സീക്വൻസ് x'. ഓക്കെ. x' കൺവേർജന്റ് ആണ് എന്ന് പറയുന്നു. കൺവേർജന്റ് ആണെങ്കിൽ അത് എവിടേക്ക് കൺവേർജ് ചെയ്തേ പറ്റുള്ളൂ? എക്സിലേക്ക് കൺവേർജ് ചെയ്തേ പറ്റുള്ളൂ. കാരണം എക്സിന്റെ സബ്സീക്വൻസ് ആണ് x', x'ന്റെ സബ്സീക്വൻസ് ആണ് x'. അപ്പൊ എക്സിന്റെയും സബ്സീക്വൻസ് ആണ് x'.
ഏത് സബ്സീക്വൻസ് എടുത്താലും അത് എക്സിലേക്ക് പോകുന്നു എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പൊ എക്സ് ഡബിൾ ഡാഷ് കൺവേർജന്റ് ആണെങ്കിൽ അത് എവിടേക്ക് കൺവേർജ് ചെയ്തേ പറ്റുള്ളൂ? എക്സിലേക്ക് കൺവേർജ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ എക്സ് ഡബിൾ ഡാഷിലെ ടേംസ് എന്ന് പറഞ്ഞാൽ എക്സ് ഡാഷിലെയും ടേംസ് ആണ് അല്ലെ. എക്സ് ഡാഷിലെ ടേംസിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? മോഡുലസ് ഓഫ് എക്സ് എൻ കെ മൈനസ് എക്സ് ഡാഷ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും കൺവേർജൻസും കൂടി ചേരില്ല അല്ലെ. ഈ കോൺട്രഡിക്ഷൻ വരാൻ കാരണം നമ്മൾ എക്സ് കൺവേർജന്റ് അല്ല എന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ട് എക്സ് കൺവേർജന്റ് ആണ്. ഓക്കെ, അതിലെ ലാസ്റ്റ് സെക്ഷൻ കോഷി ക്രൈറ്റീരിയ. ഒരു സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സ് എൻ കോഷി ആണ് എന്ന് പറയണമെങ്കിൽ ഒരു സ്റ്റേജിന് ശേഷം ആ സീക്വൻസിലെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കണം. ടെക്നിക്കലി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ given epsilon greater than 0 there exists h such that for every n m greater than or equal to h modulus of xn minus xm is less than epsilon. Okay, ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിനേക്കാൾ കുറവായിരിക്കണം ഒരു സ്റ്റേജിന് ശേഷം. ഓക്കെ, ഇതാണ് കോഷി സീക്വൻസിന്റെ ഡെഫിനിഷൻ. ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യുന്നത് 1/n എന്നുള്ള സീക്വൻസ് കോഷിയാണ് എന്നാണ്. അതിന് ഏത് നാച്ചുറൽ നമ്പർ എപ്സിലോൺ തന്നാലും ഐ ക്യാൻ ഫൈൻഡ് ആൻ എച്ച് സച്ച് ദാറ്റ് എച്ച് ഗ്രേറ്റർ ദാൻ 2/എപ്സിലോൺ. എന്താ കാരണം? എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 തന്നാൽ 2/എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്. ഓർഡർ പ്രോപ്പർട്ടി അനുസരിച്ച് ഏത് റിയൽ നമ്പർ തന്നാലും അതിനേക്കാൾ വലിയ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട്. സോ ഐ ക്യാൻ ഓൾവേസ് ഫൈൻഡ് ആൻ എച്ച് ഗ്രേറ്റർ ദാൻ 2/എപ്സിലോൺ. ഓക്കെ, ഇനി എക്സ് എൻ മൈനസ് എക്സ് എം എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/n മൈനസ് 1/m. ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി അനുസരിച്ച് ഇറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n പ്ലസ് 1/m. എന്നും എമ്മും എച്ചിനേക്കാൾ വലുതാണെങ്കിൽ 1/n-ഉം 1/m-ഉം 1/h-നേക്കാൾ ചെറുതായിരിക്കും അല്ലെ. ആൻഡ് 1/h is h of epsilon greater than 2/h of epsilon greater than 2/epsilon. അപ്പൊ 1/h of epsilon റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടും. അപ്പൊ 1/n 1/h-നേക്കാൾ ചെറുതാണ്, 1/h എപ്സിലോൺ ബൈ 2-നേക്കാൾ ചെറുതാണ്. 1/m again 1/h-നേക്കാൾ ചെറുതാണ്, 1/h-ഉം എപ്സിലോൺ ബൈ 2-നേക്കാൾ ചെറുതാണ്. സോ ദ സം gives me എപ്സിലോൺ. അപ്പൊ 1/n മൈനസ് 1/m ലെസ് ദാൻ എപ്സിലോൺ ആണ്. അതുകൊണ്ട് സീക്വൻസ് 1/n കോഷിയാണ്. ഓക്കെ, അടുത്ത പ്രോബ്ലം. പ്രൂവ് ദാറ്റ് 1 plus minus 1 raised to n is not a Cauchy sequence. Cauchy sequence അല്ല എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു പർട്ടിക്കുലർ എപ്സിലോണിന് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആവുന്നില്ല എന്ന് കാണിച്ചാൽ മതിയല്ലോ. ഞാൻ ഇൻ പർട്ടിക്കുലർ എപ്സിലോൺ ഈക്വൽ ടു 1 എന്ന് ചൂസ് ചെയ്യുന്നു. മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ പ്ലസ് 1 എന്താ വരിക? 1 plus minus 1 raised to n മൈനസ് 1 plus minus 1 raised to n plus 1. ഈ 1-ഉം മൈനസ് 1-ഉം ക്യാൻസൽ ചെയ്തു പോകും. ബാക്കിയുള്ളത് എന്താണ്? മൈനസ് 1 raised to n മൈനസ് മൈനസ് 1 raised to n plus 1. n ഓഡ് ആണോ ഈവൺ ആണോ എന്നനുസരിച്ച് n ഈവൺ ആണെങ്കിൽ ഇത് 1 വരും, ഇത് മൈനസ് 1 വരും അല്ലെ. അപ്പൊ 1 മൈനസ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 2 വരും. n ഓഡ് ആണെങ്കിൽ ഇത് മൈനസ് 1 വരും, ഇത് 1 വരും അല്ലെ. അപ്പൊ മൈനസ് 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 2, അതിന്റെ മോഡുലസ് എടുത്താലും 2 വരും. അപ്പൊ n ഓഡ് ആണെങ്കിലും ഈവൺ ആണെങ്കിലും ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ. എപ്സിലോൺ ഈക്വൽ ടു 1 എന്നാണ് നമ്മുടെ ചോയ്സ് അല്ലെ. സോ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ. അപ്പൊ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ പ്ലസ് 1 എടുത്തപ്പോ തന്നെ, തൊട്ടടുത്തടുത്തുള്ള രണ്ട് ടേംസ് എടുത്തപ്പോ തന്നെ ഡിഫറൻസ് എപ്സിലോണിനേക്കാൾ വലുതാണ്. നമുക്ക് ഒരു സ്റ്റേജിന് ശേഷമുള്ള ടേംസ് തമ്മിലുള്ള എല്ലാ ടേംസും തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിനേക്കാൾ ചെറുതാവണമായിരുന്നു അല്ലെ. അടുത്തടുത്തുള്ള രണ്ട് ടേംസ് തമ്മിൽ പോലും നമുക്കത് പോസിബിൾ അല്ല. അതുകൊണ്ട് ഈ സീക്വൻസ് കോഷി അല്ല. ലെമ. Let x equal to xn is a convergent sequence of real numbers, then x is Cauchy. എല്ലാ കൺവേർജന്റ് സീക്വൻസുകളും കോഷിയാണ്. അടുത്ത നമ്മൾ എന്ത് പ്രൂവ് ചെയ്യും? റിയൽ സീക്വൻസുകളുടെ കേസിൽ എല്ലാ കോഷി സീക്വൻസും കൺവേർജന്റ് ആണെന്ന് കൂടി നമ്മൾ പ്രൂവ് ചെയ്യും. ഇപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് കൺവേർജന്റ് സീക്വൻസ് കോഷിയാണ് എന്നാണ്. കൺവേർജന്റ് സീക്വൻസിന് അതിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് given epsilon greater than 0 there exists k such that modulus of xn minus x is less than epsilon by 2 for every n greater than or equal to k. അപ്പൊ ഞാൻ എന്റെ h എന്ന് പറയുന്നത് ഈ k തന്നെ എടുക്കുകയാണ്.
എന്നും എമ്മും രണ്ടും കെയിനേക്കാൾ വലുതാണ് എങ്കിൽ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം കമ്പ്യൂട്ട് ചെയ്യണം അല്ലെ. ഇതിൽ ഞാൻ ഇടയിൽ ഒരു മൈനസ് എക്സും പ്ലസ് എക്സും കയറ്റി എന്നിട്ട് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്തു. ട്രയാങ്കിൾ ഇനീക്വാളിറ്റിയിലെ ഈ ഓരോ ടേമും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. അപ്പൊ അവരുടെ സം ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പൊ അതുകൊണ്ട് ഏത് കൺവേർജൻസ് സീക്വൻസ് തന്നാലും അത് കോഷിയാണ്. ഇനി തിരിച്ച് ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് കോഷി സീക്വൻസ് ബൗണ്ടഡ് ആണ്. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യും? കോഷി സീക്വൻസ് കൺവേർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്യും. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ രണ്ട് ലെമയും പ്രൂവ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പൊ അടുത്ത ലെമ പറയുന്നത് എവറി കോഷി സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് ബൗണ്ടഡ് എന്നാണ്. കോഷി സീക്വൻസ് എടുക്കുക. കോഷി സീക്വൻസ് എടുത്താൽ ഡെഫിനിഷൻ അനുസരിച്ച് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എൻ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്നാണ്. ഇൻ പർട്ടിക്കുലർ ഞാൻ എപ്സിലോൺ ഈക്വൽ ടു 1 എന്ന് ചൂസ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്താ കിട്ടുക? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ഇസ് ലെസ് ദാൻ 1 എന്നാണ് കിട്ടുക അല്ലെ. ഇത് എച്ചിനേക്കാൾ വലിയ എല്ലാ എന്നിനും എമ്മിനും ട്രൂ ആണ്. ഇൻ പർട്ടിക്കുലർ ഞാൻ എം ഈക്വൽ ടു എച്ച് എന്ന് ചൂസ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്താ കിട്ടുക? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എച്ച് ഇസ് ലെസ് ദാൻ 1 എന്ന് വരും. ഇനി ഏത് അപ്ലൈ ചെയ്യും? ട്രയാങ്കിൾ ഇനീക്വാളിറ്റിയുടെ കൊറോളറി അനുസരിച്ച് മോഡ് എ മൈനസ് മോഡ് ബി ഇസ് ലെസ് ദാൻ മോഡ് എ മൈനസ് ബി എന്നുണ്ട്. അത് അപ്ലൈ ചെയ്താൽ മോഡ് എക്സ് എൻ മൈനസ് മോഡ് എക്സ് എച്ച് ഇസ് ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എച്ച് വിച്ച് ഇസ് ലെസ് ദാൻ 1. ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? മോഡ് എക്സ് എൻ ഇസ് ലെസ് ദാൻ 1 പ്ലസ് മോഡ് എക്സ് എച്ച് എന്ന് കിട്ടും ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്. അപ്പൊ എച്ചിന് ശേഷം വരുന്ന എല്ലാ സീക്വൻസിലെ ടേംസും 1 പ്ലസ് മോഡ് എക്സ് എച്ചിനേക്കാൾ ചെറുതാണ്. എക്സിന് താഴെ വരുന്ന എല്ലാ ടേംസും അല്ലാതെ എടുക്കുക. x1 മുതൽ എക്സ് എച്ച് മൈനസ് 1 വരെയുള്ള എല്ലാ ടേംസും എടുക്കുക. പിന്നെ ഉള്ള ടേംസ് ഒക്കെ 1 പ്ലസ് മോഡ് എക്സ് എച്ചിനേക്കാൾ ചെറുതാണ് അല്ലെ. അപ്പൊ അതിന് പകരം 1 പ്ലസ് മോഡ് എക്സ് എച്ച് എന്നുള്ള ടേമും എടുക്കുക. ഇപ്പൊ എനിക്ക് ആകെ എച്ച് ടേംസിന്റെ ഒരു കളക്ഷനാണ് വന്നിരിക്കുന്നത് അല്ലെ. ഒരു ഫൈനൈറ്റ് കളക്ഷൻ ആണ്. ഫൈനൈറ്റ് കളക്ഷൻ എപ്പോഴും സുപ്രീമം ഉണ്ട്. ആ സുപ്രീമത്തിനെ ഞാൻ എം എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ സീക്വൻസിലെ എല്ലാ ടേംസിന്റെയും മോഡുലസ് എമ്മിനേക്കാൾ ചെറുതോ ഈക്വലോ ആണ്. അതുകൊണ്ട് എല്ലാ കോഷി സീക്വൻസുകളും ബൗണ്ടഡ് ആണ്. ഇനി ആ ലാസ്റ്റ് സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ തിയറം കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയ. എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് കൺവേർജന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് കോഷി. ഈ തിയറം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കൺവേർജന്റ് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? കോഷി ആണെന്ന് കാണിച്ചാൽ മതി. തിരിച്ച് കൺവേർജന്റ് അല്ല എന്ന് കാണിക്കാൻ കോഷി അല്ല എന്നും കാണിച്ചാൽ മതി. ഓക്കെ, അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നത്. പ്രൂവ് ചെയ്യേണ്ടത് കൺവേർജന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കോഷി. അതിൽ ഫസ്റ്റ് ലെമ്മയിൽ നമ്മൾ എന്ത് ചെയ്തു? കൺവേർജന്റ് ആണെങ്കിൽ കോഷിയാണ് എന്ന് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പാർട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി തിരിച്ച് കോഷി ആണെങ്കിൽ കൺവേർജന്റ് ആണെന്ന് കാണിക്കണം. അതിന് കോഷി ആണെങ്കിൽ ബൗണ്ടഡ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. കോഷി ആണെങ്കിൽ ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് ആണെങ്കിൽ ബോൾസാനോ-വിയസ്റ്റാസ് തിയറം അനുസരിച്ച് അതിനൊരു കൺവേർജന്റ് സബ്സീക്വൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ബോൾസാനോ-വിയസ്റ്റാസ് തിയറം അനുസരിച്ച് സീക്വൻസ് എക്സിന് കിട്ടിയ കൺവേർജന്റ് സബ്സീക്വൻസ് ആണ് എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് എൻ കെ എന്ന് വിചാരിക്കുക. അപ്പൊ എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് എൻ കെ എന്ന് പറയുന്നത് കൺവേർജന്റ് സീക്വൻസ് ആണ്. അത് കൺവേർജ് ചെയ്യുന്നത് ഒരു എക്സ് സ്റ്റാറിലേക്കാണ് എന്നും നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ ആ സീക്വൻസിന്റെ കൺവേർജൻസ് അനുസരിച്ച് എനിക്ക് മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടും. സീക്വൻസ് കോഷി ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എമ്മും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ് എന്ന് കിട്ടും. ഇത് രണ്ടും കൂടി ഞാൻ കമ്പൈൻ ചെയ്യാൻ പോവാണ്. എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എപ്സിലോൺ ആണ് ഇത് ട്രൂ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കെ എച്ച് എപ്സിലോണിനേക്കാൾ വലുതാണ്. അപ്പൊ കെക്കും ഈ ഇനീക്വാലിറ്റി ട്രൂ ആണ് അല്ലെ. അപ്പൊ എക്സ് എൻ മൈനസ് എക്സ് കെ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ് എന്ന് എനിക്ക് ഇവിടെ നിന്ന് കിട്ടും. കാരണം കെ എച്ചിനേക്കാൾ വലുതാണ്. എച്ചിനേക്കാൾ വലിയ ഏത് എം എടുത്താലും ഇത് ട്രൂ ആണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇടയിൽ ഒരു മൈനസ് എക്സ് കെയും പ്ലസ് എക്സ് കെയും ആഡ് ചെയ്യുന്നു. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുന്നു. ഓരോന്നും എപ്സിലോൺ ബൈ 2-നേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് അതിന്റെ സം എപ്സിലോണിനേക്കാൾ ചെറുതാണ്. അപ്പൊ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ആണ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് എക്സ് എൻ എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, സോ സീക്വൻസ് എക്സ് എൻ ഇസ് കൺവേർജന്റ്. അപ്പൊ എല്ലാ കോഷി സീക്വൻസുകളും കൺവേർജന്റ് ആണ്. ഓക്കെ, ഒരു 3 പ്രോബ്ലം കൂടിയാണ് നമുക്ക് ഈ മോഡ്യൂളിൽ പിന്നെ ഉള്ളത്.
ആദ്യത്തെ ഒരു ഐട്രേറ്റീവ് ഡെഫിനിഷൻ വരുന്ന സീക്വൻസ് ആണ് x1 equal to 1, x2 equal to 2, xn equal to xn minus 1 plus xn minus 2 by 2 for every n greater than 2. ആദ്യത്തെ രണ്ട് ടേംസ് ഫിക്സ് ചെയ്യുന്നു. ആ രണ്ട് ടേംസിന്റെയും ആവറേജ് ആണ് അടുത്ത ടേം. തൊട്ടു മുമ്പുള്ള രണ്ട് ടേമിന്റെയും ആവറേജ് ആണ് അതിനടുത്ത ടേം. ലൈക്ക് ദാറ്റ്. ഓക്കെ. ഐട്രേറ്റീവ് ഡെഫിനിഷൻ കിട്ടുമ്പോൾ ഉടനെ നമുക്ക് എന്താണ് ഐഡിയ പോവുക? ഐട്രേറ്റീവ് ഡെഫിനിഷൻ കിട്ടുമ്പോൾ മോണോട്ടോൺ ആണ് എങ്കിൽ, ബൗണ്ടഡും ആണ് എങ്കിൽ, കൺവേർജന്റ് ആണ് എന്നുള്ളത് അപ്ലൈ ചെയ്തിട്ട് ഐട്രേറ്റീവ് ഡെഫിനിഷന്റെ രണ്ട് സൈഡിലും ലിമിറ്റ് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഒരു ഏറ്റവും നല്ല ടെക്നിക്ക് അല്ലെ? പക്ഷെ ആ ടെക്നിക്ക് ഇവിടെ അപ്ലൈ ചെയ്താൽ വർക്ക് ചെയ്യില്ല. എന്താ കാരണം? എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് ബൈ ടു, അതായത് എക്സ് ഈക്വൽ ടു എക്സ് എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരിക. എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ളതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ നമ്മുടെ ഏറ്റവും എളുപ്പമുള്ള ടെക്നിക്ക് ഇവിടെ വർക്ക് ചെയ്യില്ല. അപ്പൊ നമുക്ക് മറ്റെന്തോ ആണ് ചെയ്യേണ്ടത് അല്ലെ? എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ കോഷി സീക്വൻസ് ആണ് എന്നുള്ള ഐഡിയയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് പ്രൂവ് ചെയ്യേണ്ടത് ഇത് 5/3 കൺവേർജ് ചെയ്യുന്നു എന്നാണ്. അതിന് ആദ്യം നമ്മൾ മോഡുലസ് ഓഫ് x2 മൈനസ് x1 എടുക്കുന്നു. മോഡുലസ് ഓഫ് x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ x2 2 ആണ്, x1 1 ആണ്. അപ്പൊ 2 മൈനസ് 1 വന്നിട്ട് 1 എന്ന് വരും. x3 മൈനസ് x2 എടുക്കുന്നു. x3 മൈനസ് x2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1 പ്ലസ് 2 ബൈ 2, അതായത് 3/2 ആണ് വാല്യൂ. 3/2 മൈനസ് 2 അല്ലെ, വിച്ച് ഇസ് 1/2. ഇനി ഇതിന്റെ ആവറേജ്, വീണ്ടും അതിന്റെ ആവറേജ്, അങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് xn മൈനസ് xn പ്ലസ് 1 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾവേസ് ഈക്വൽ ടു 1/2 റേസ് ടു n മൈനസ് 1 എന്ന് നമുക്ക് കിട്ടും. കോഷിയാണ് എന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് മോഡുലസ് ഓഫ് xn മൈനസ് xm ആണ് വേണ്ടത് അല്ലെ? അപ്പൊ മോഡുലസ് ഓഫ് xn മൈനസ് xm കണ്ടുപിടിക്കാൻ നോക്കാം. മോഡുലസ് ഓഫ് xn മൈനസ് xm എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയില് മൈനസ് xn പ്ലസ് 1 പ്ലസ് xn പ്ലസ് 1, അതേപോലെ മൈനസ് xn പ്ലസ് 2 പ്ലസ് xn പ്ലസ് 2, അങ്ങനെ ഇടയിലുള്ള സീക്വൻസിന്റെ എല്ലാ ടേംസും മൈനസും പ്ലസും ചെയ്ത് ഇതിന്റെ ഇടയിൽ കയറ്റുന്നു. അപ്പൊ ആ സമ്മിന് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. എന്നിട്ട് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുന്നു. So what we get is this difference is less than or equal to modulus of xn minus xn plus 1 plus modulus of xn plus 1 minus xn plus 2 plus etc. plus modulus of xm minus 1 minus xm. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. 1/2 raised to n minus 1 ആണ് ഈ ഡിഫറൻസ്. ഇത് 1/2 raised to n ആണ്, എക്സെട്ര. ലാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 1/2 raised to m minus 2 ആണ്. വേണമെങ്കിൽ ഇവിടെ നേരിട്ട് ജോമെട്രിക് സീരീസിന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ടേം 1/2 raised to n minus 1 കോമൺ റേഷ്യോ 1/2 വരുന്ന ജോമെട്രിക് സീരീസ് ആണ്. നേരിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 1/2 raised to n കോമൺ ഫാക്ടർ പുറത്തെടുത്താൽ ഫസ്റ്റ് ടേം 1 ആയിട്ടുള്ള ജോമെട്രിക് സീരീസ് കിട്ടും. അത് നമുക്ക് ഒന്നുകൂടി ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ആ സീരീസ് എടുക്കാം. എന്നിട്ട് ജോമെട്രിക് സീരീസിന്റെ ഫോർമുലയും അപ്ലൈ ചെയ്താൽ ദിസ് ഇസ് ലെസ് ദാൻ, അതായത് ഈ സം ലെസ് ദാൻ 1/2 എന്ന് കിട്ടും. 1/2 raised to n minus 1 പുറത്തുണ്ട് അല്ലെ? സോ ഇറ്റ് ഇസ് ലെസ് ദാൻ 1/2 raised to n minus 2 എന്ന് കിട്ടും. ഓക്കെ. 1/2 raised to n minus 2 as n tends to infinity, 1/2 raised to n minus 2 tends to 0. 1/n എന്നുള്ളതിന്റെ ഒരു സബ്സീക്വൻസ് ആണ്. tends to 0. അതുകൊണ്ട് x raised to xn എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആണ്. എല്ലാ കോഷി സീക്വൻസും കൺവേർജ് ചെയ്യും അല്ലെ? അപ്പൊ അതുകൊണ്ട് ഈ സീക്വൻസ് കൺവേർജന്റ് ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി കൺവേർജന്റ് ആണെന്ന് കിട്ടി, ലിമിറ്റ് കണ്ടുപിടിക്കണം അല്ലെ? ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മുടെ സ്ഥിരം പതിവുള്ള ടെക്നിക്ക് ഇവിടെ വർക്ക് ചെയ്യില്ല. പകരം നമ്മൾ ഒരു സബ്സീക്വൻസ് എടുക്കുകയാണ്. ഓഡ് ടേംസിന്റെ സബ്സീക്വൻസ് x2n plus 1 എന്നുള്ള സബ്സീക്വൻസ് എടുത്താൽ എനിക്ക് വരുന്ന ടേംസ് എന്ന് പറയുന്നത് 1 plus 1/2 plus 1/2 cube plus etc. plus 1/2 raised to n minus 1 which is equal to 1 plus, ഇത് 1 plus ഞാൻ അവിടെ സെപ്പറേറ്റ് നിർത്തി. ഇവിടെ നിന്ന് ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ജോമെട്രിക് സീരീസ് ആണ്. ഫസ്റ്റ് ടേം 1/2, കോമൺ ഡിഫറൻസ് 1/2 സ്ക്വയർ അല്ലെ? 1/2 കഴിഞ്ഞാൽ 1/2 ക്യൂബ് ആണ് പിന്നെ വന്നിരിക്കുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ടേമിനെ ആ ജോമെട്രിക് സീരീസിൽ കൂട്ടാൻ പറ്റില്ല കേട്ടോ. കാരണം ഇത് ഇൻറ്റു 1/2 ചെയ്തിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ടുള്ളതിനൊക്കെ 1/2 സ്ക്വയർ വെച്ചാണ് മൾട്ടിപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ 1നെ നമ്മൾ അവിടെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തണം. ബാക്കിയുള്ളത് ജോമെട്രിക് സീരീസ്, ഫസ്റ്റ് ടേം 1/2, കോമൺ റേഷ്യോ 1/2 സ്ക്വയർ, ജോമെട്രിക് പ്രോഗ്രഷന്റെ ഫോർമുല അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന 1 plus 2/3 into 1 minus 1/4 raised to n എന്ന് വരും.
അപ്പൊ ഈ സീക്വൻസിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ സീക്വൻസിന്റെ ലിമിറ്റ് ആണ്. 1 കോൺസ്റ്റന്റ് ആണ്, 2/3 കോൺസ്റ്റന്റ് ആണ്, വീണ്ടും 1 കോൺസ്റ്റന്റ് ആണ്, 1/4n 0യിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അവിടെ മാത്രം നമുക്ക് 0 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5/3 എന്ന് കിട്ടും. ഓഡ് ഇൻഡിസസിന്റെ സബ്സീക്വൻസ് 5/3യിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ അതിന്റെ എല്ലാ സബ്സീക്വൻസും അത് എവിടേക്കാണോ കൺവേർജ് ചെയ്യുന്നത് അങ്ങോട്ട് തന്നെയാണ് കൺവേർജ് ചെയ്യുക അല്ലെ. സീക്വൻസ് കൺവേർജന്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു സബ്സീക്വൻസ് 5/3യിലേക്ക് പോകുന്നു എന്നും കിട്ടി. അതുകൊണ്ട് ഒറിജിനൽ സീക്വൻസ് 5/3യിലേക്ക് കൺവേർജ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത പ്രോബ്ലം y1 എന്ന് പറയുന്ന 1/1 ഫാക്ടോറിയൽ, y2 എന്ന് പറയുന്നത് 1/1 ഫാക്ടോറിയൽ മൈനസ് 1/2 ഫാക്ടോറിയൽ. അപ്പൊ y3 എന്തായിരിക്കും? 1/1 ഫാക്ടോറിയൽ മൈനസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ. ഓൾട്ടർനേറ്റ് ആയിട്ട് 1/n ഫാക്ടോറിയൽ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്ന സീക്വൻസ് ആണ്. അപ്പൊ ഇതിന്റെ nth ടേം എന്ന് പറഞ്ഞാൽ 1/1 ഫാക്ടോറിയൽ മൈനസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേം പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് n ഓഡ് ആണോ ഈവൺ ആണോ എന്നനുസരിച്ചിരിക്കും. ഓഡ് ആണെങ്കിൽ പ്ലസും ഈവൺ ആണെങ്കിൽ മൈനസും ആണ് വരേണ്ടത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ -1/n+1 എന്ന് എഴുതും. n എന്നായിരുന്നെങ്കിൽ നമുക്ക് ഈവണിന് പ്ലസും ഓഡിന് മൈനസും ആയാണ്. അതല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ പവറിൽ n+1 വരുന്നത് ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ. ഓക്കെ, ഇത് കോഷി സീക്വൻസ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ym മൈനസ് yn കണ്ടുപിടിക്കുന്നു. ആ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m ഫാക്ടോറിയൽ മുതൽ n ഫാക്ടോറിയൽ വരെയുള്ള ടേംസ് ക്യാൻസൽ ചെയ്തു പോകും അല്ലെ. അപ്പൊ n+1 ഫാക്ടോറിയൽ മുതൽ m ഫാക്ടോറിയൽ വരെയുള്ള ടേംസ് ആണ് വരിക. സൈൻ n-നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് -1/2 എന്നുള്ള ഒരു രീതിയിലേ എഴുതാൻ പറ്റുള്ളൂ. ഇനി ഇത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഐഡിയ തന്നെയാണ്. 2, 3 എക്സെട്ര r ഇതെല്ലാം 2വിനേക്കാൾ വലുതാണ്. അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റ് എടുത്താൽ 2r(r-1) കാരണം 2 മുതൽ r വരെയുള്ള ടേംസ് ആണ്. അപ്പൊ 2r-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ഫാക്ടോറിയൽ എന്ന് കിട്ടും. റെസിപ്രോക്കൽ എടുത്താൽ 1/r ഫാക്ടോറിയൽ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2r-1 എന്ന് വരും. അപ്പൊ എനിക്ക് ഈ 1/n+1 ഫാക്ടോറിയലിന് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2n എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മോഡുലസ് ഓഫ് ym മൈനസ് yn എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിന്റെ മോഡുലസ് എടുക്കണം അല്ലെ. മോഡുലസിലെ ഓരോ ടേമും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത്. മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് -1/2 എന്നുള്ളത് ആവശ്യം വരില്ല. -1/2 എന്നുള്ളത് കറസ്പോണ്ടിങ് പ്ലസ് സൈൻ ആയിട്ട് മാറും. സോ 1/n+1 ഫാക്ടോറിയൽ പ്ലസ് 1/n+2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 1/m ഫാക്ടോറിയൽ എന്ന് വരും. ഇതിന് ഓരോന്നിന് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1/r ഫാക്ടോറിയലിന് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2r-1 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ. അപ്പൊ അത് കൊടുക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2n പ്ലസ് 1/2n+1 പ്ലസ് എക്സെട്ര പ്ലസ് 1/2m-1 എന്ന് വരും. വീണ്ടും എന്താണ്? ജോമെട്രിക് സീരീസ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഫോർമുല കൊടുത്താൽ ദിസ് ഇസ് ലെസ് ദാൻ 1/2n-1 എന്ന് വരും. 1/2n കോമൺ ഫാക്ടർ പുറത്തെടുക്കുന്നു, എന്നിട്ട് ജോമെട്രിക് സീരീസ് എടുക്കുന്നു. ആ ജോമെട്രിക് സീരീസിന്റെ സം ലെസ് ദാൻ 1/2 ആണ്. ഓക്കെ, അപ്പൊ 1/2 അതിൽ നിന്നാണ് നമുക്ക് ലെസ് ദാൻ 1/2n-1 എന്ന് വരുന്നത്. 1/2n-1 ടെൻസ് ടു 0. അതുകൊണ്ട് ഈ സീക്വൻസ് കോഷിയാണ്, കോഷി സീക്വൻസ് ആണ് എന്നായിരുന്നു നമുക്ക് അവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ലാസ്റ്റ് പ്രോബ്ലം 1 + 1/2 പ്ലസ് എക്സെട്ര പ്ലസ് 1/n ഡൈവേർജന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ്. ഇത് ഡൈവേർജന്റ് ആണെന്ന് നമ്മൾ ഈ സെക്ഷനിൽ തന്നെ നേരത്തെ ഒന്ന് പ്രൂവ് ചെയ്തതാണ് അല്ലെ. എങ്ങനെയാ പ്രൂവ് ചെയ്തേ? നേരത്തെ നമ്മൾ ഈ സം എന്ന് പറയുന്നത് ഇതിന്റെ 2n-th ടേം എന്ന് പറയുന്ന 1 + n/2 വലുതാണ് എന്ന് കാണിച്ചു. n/2 ഡൈവേർജന്റ് ആണ്, അതിനേക്കാൾ വലുതാണ് ഇതിന്റെ 2n-th ടേം, അതുകൊണ്ട് ഇത് ഡൈവേർജന്റ് ആണ്. അങ്ങനെ നമ്മൾ നേരത്തെ ഒന്ന് പ്രൂവ് ചെയ്തതാണ്. ഇവിടെ കോഷി സീക്വൻസിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമ്മൾ അത് പ്രൂവ് ചെയ്യാൻ പോവാണ്. hn എന്ന് ഞാൻ ഇതിന്റെ nth ടേമിനെ വിളിക്കുന്നു. അപ്പൊ 1 + 1/2 പ്ലസ് എക്സെട്ര പ്ലസ് 1/n അതാണ് hn. അപ്പൊ hm മൈനസ് hn എന്ന് പറഞ്ഞാൽ എന്ത് വരും? hn എന്ന് പറയുമ്പോൾ 1/n വരെയുള്ള ടേംസ്, hm എന്ന് പറഞ്ഞാൽ 1/m വരെയുള്ള ടേംസ്.
അപ്പൊ 1/n വരെയുള്ളത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1/n+1 പ്ലസ് 1/n+2 പ്ലസ് എക്സിട്ര പ്ലസ് 1/m എന്ന് വരും. m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എടുക്കുകയാണെങ്കിൽ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇപ്പൊ കെക്ക് ഞാൻ n+1 മുതൽ m വരെയുള്ള വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ 1/k വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/m. കെക്ക് ഞാൻ എമ്മിനേക്കാൾ ചെറിയ വാല്യൂസ് ആണ് ഇവിടെ എടുക്കുന്നത് അല്ലെ. k ഈക്വൽ ടു n+1 മുതൽ m വരെ ഉള്ള ടേംസ് എടുക്കുകയാണെങ്കിൽ 1/k വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/m. ഓക്കെ, therefore hm minus hn will be greater than or equal to ഈ ഓരോ ടേമും 1/m-നേക്കാൾ വലുതാണ്. ഓരോ ടേമും വലുതാണ്. അങ്ങനെ എനിക്ക് എത്ര ടേംസ് ഉണ്ട്? m minus n ടേംസ് വരുന്നുണ്ട്. So the total sum will be greater than or equal to m minus n by m. m minus n by m എന്ന് പറഞ്ഞാൽ m കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് 1 minus n by m എന്ന് കിട്ടും. അപ്പൊ hm minus hn greater than or equal to 1 minus n by m എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇത് k-നേക്കാൾ വലിയ എല്ലാ n-നും m-നും ട്രൂ ആണ് അല്ലെ. ഇൻ പർട്ടിക്കുലർ ഞാൻ m ഈക്വൽ ടു 2n എന്ന് ചൂസ് ചെയ്യുന്നു. m ഈക്വൽ ടു 2n എന്ന് ചൂസ് ചെയ്താൽ ഈ ഡിഫറൻസ് എന്താ ആവുക? 1 മൈനസ് n ബൈ 2n എന്ന് വരും. n ഡിവൈഡ് ചെയ്ത് പോയാൽ 1 മൈനസ് 1 ബൈ 2 ഈക്വൽ ടു 1/2 എന്ന് വരും. So hm minus hn is equal to 1/2 when m is equal to 2n എന്നാണ് വരുന്നത്. ഒരു സ്റ്റേജിന് ശേഷമുള്ള ടേംസിന്റെ ഒക്കെ ഡിഫറൻസ് എപ്സിലോണിനേക്കാൾ ചെറുതാവണം എന്ന് പറയുമ്പോൾ എത്ര വലിയ സ്റ്റേജ് എടുത്താലും ശരി hn-ഉം h2n-ഉം എടുത്താൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് 1/2-നേക്കാൾ വലുതാണ് എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ സീക്വൻസ് കോഷി അല്ല. ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ സീക്വൻസ് കോഷി അല്ല. കോഷി അല്ല എന്ന് പറയുമ്പോൾ കൺവെർജന്റ് അല്ല, അതായത് ഡൈവേർജന്റ് ആണ്. ഇത്രയുമാണ് മോഡ്യൂൾ 2-ൽ വരുന്നത്. ക്ലാസ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു.